താഴ്ത്തോറായിരിക്കും. ഇഞ്ഞാക്കിത് കെട്ടണ്ടേ? ഞാൻ ഊതി തരാം. എന്താ പുറത്തു നിന്നേ? ഉള്ളിലേക്ക് വരി. ഞാൻ ഫാത്തിമാനെ ഒന്ന് കാണാൻ വന്നതാ. ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരാമോ? ആസ്പത്രിയിൽ നിന്ന് കണ്ടല്ലേ, പിന്നെന്ത്? അതല്ല, കുറേ ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അയാൾ പോയ പോട്ടെ ഫാത്തിമ, അതോർത്ത് നീ ബേജാറാവണ്ട. ആര്? അനക്ക് വയറ്റിലുണ്ടാക്കി കടന്നു ഞാൻ 4-ാം കെട്ടുകാരൻ. ഫാത്തിമാക്കും കുഞ്ഞിനും ഞാനുണ്ട്. അജു എന്തീ പറയുന്നേ? എനിക്ക് ഫാത്തിമാനെ ഇഷ്ടം, അത് പറയാനാണ് ഞാൻ വന്നത്. ഉമ്മാനോട് കുറേ ദിവസമായി ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഉമ്മ സമ്മതിച്ചു. യത്തീമായ കുഞ്ഞിനും തള്ളക്കും ജീവിതം കൊടുത്ത സ്വർഗം കിട്ടുന്ന ഉമ്മ പറഞ്ഞു. ആദ്യം ഫാത്തിമ എന്നുള്ള പേരിനോടായിരുന്നു ഇഷ്ടം, പിന്നെ നിങ്ങളോടായി. ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇഷ്ടം വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടുമായി. കഴിഞ്ഞതൊന്നും ഓർക്കണ്ട. ഫാത്തിമാൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പ ഞാൻ തന്നെയാണ്. ഇനി ആര് ചോദിച്ചാലും അങ്ങനെ പറയാവൂ. എന്തിനാ കരയുന്നേ? എൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ വേണ്ട. സി, ഐ ആം പെർഫെക്റ്റ്ലി ഓക്കേനാ. അനു ഇങ്ങനെ വിഷമിക്കേണ്ട സമയമല്ലത്. യു ബെറ്റർ ടേക്ക് റെസ്റ്റ്. അതാ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ലത്. കുറച്ച് ദിവസങ്ങളായി നീ എന്നിൽ നിന്നും മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. നീ ഇതെത്ര മൂടിക്കെട്ടി വെച്ചാലും നിന്റെ ശരീരം അത് മറയ്ക്കാൻ സമ്മതിക്കില്ല. പ്രായവ്യത്യാസം ഓർക്കാതെയുള്ള ഒത്തുചേരൽ അളവിൽ കവിഞ്ഞ സ്വത്തായിരുന്നു എൻ്റെ ഭാഗത്തുള്ള അട്രാക്ഷനായി നിന്റെ അച്ഛൻ കണ്ടത്. എന്നാൽ ആ സ്വത്ത് മാത്രം എന്നിലുള്ളൂ എന്ന് നീ പിന്നീട് മനസ്സിലാക്കി കാണും. ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനുമുള്ള കഴിവ് എനിക്ക് എന്നേ നഷ്ടപ്പെട്ടിരുന്നു. ഐ ആം എൻ ഇമ്പോർട്ടൻറ്റ് റിച്ച് മാൻ. എങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ സുന്ദരിയായ ഭാര്യ, അതുമാത്രമായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. ഞാൻ മനസ്സുകൊണ്ട് തന്നെ ഒന്നും പ്രണയിച്ചിരുന്നു. ഐ റിയലി ലവ് യു. ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പറയുകയും വേണ്ട. അനുരാധയോടുള്ള ഇഷ്ടം കുറയാൻ ഇതൊരിക്കലും തടസ്സമാകില്ല എന്നേ ഇപ്പോൾ പറയാൻ കഴിയൂ. മരണത്തിൻ്റെ മുന്നിൽ നിന്നും മടങ്ങി വരാൻ ശ്രമിക്കുന്നവനാണ് ഞാൻ. വിശാലമായി ചിന്തിക്കാനും വേണ്ടാത്തത് മറക്കാനും പ്രശ്നങ്ങൾ നിസ്സാരമായി കാണാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഹലോ ഹലോ, ഡോക്ടറല്ലേ? ഡോക്ടർ ഉറങ്ങി. ഒന്ന് കൊടുക്കുവോ? ഹലോ 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 ഡോക്ടർ. ഹലോ, ഡോക്ടർക്ക് ഒന്ന് കൊടുക്കാവോ? ഒരു അർജന്റ് കാര്യം പറയാനാ. ഡോക്ടർ ഉറങ്ങാന്ന് പറഞ്ഞില്ലേ? ഹലോ
ഏയ് അതെ, കോളിംഗ് ബെല്ലടിച്ചു. പുറത്താരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരാ? ആണോ? എന്താണോ ആരാണ്? കുറേ വിളിച്ചു സാറേ, ആ. മൊബൈലിലും ലാൻഡ് ഫോണിലും ഒക്കെ. ഒന്നിനും സാറിന് കിട്ടുന്നില്ല. മൊബൈല് ലാൻഡ് ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. എന്താ കാര്യം? നമ്മുടെ സിസ്റ്റർ ജാസ്മിൻ മേഡത്തിൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഒരല്പം കൂടുതലാ. ഡ്യൂട്ടി ഡോക്ടർ ഇല്ല അവിടെ? ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞിട്ടാ സാറിൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചത്. അവസാനം കിട്ടാത്തത് കണ്ടപ്പോൾ എന്നോട് തന്നെ പോയി വിളിക്കാൻ പറഞ്ഞു. താൻ നിൽക്ക്, ഞാൻ ദേ വരുന്നു. ആ. You are too late, doctor. കുട്ടിയും കൊണ്ട് അവർ വന്നിട്ട് 1 മണിക്കൂറായി. അപ്പം മുതൽ ഞങ്ങൾ ഡോക്ടറെ ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടാതെ വന്നുകൊണ്ടാ നാരായണേട്ടൻ അങ്ങോട്ട് അയച്ചത്. അപ്പോഴേക്കും ഞാൻ അവളോട് പറഞ്ഞതാ നമുക്ക് വേറെ ഏതെങ്കിലും പീഡിയാട്രിസ്റ്റ് അടുത്ത് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അവൾക്ക് ഡോക്ടറെ തന്നെ കാണിക്കണമെന്ന് ഒരൊറ്റ നിർബന്ധം. ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ആ കുഞ്ഞിനെ താലോലിക്കാൻ തുടങ്ങുകയായിരുന്നു.